Good morning friends, welcome back to our channel Cascade of Maths. So ഇന്നത്തെ വീഡിയോ പാരലൽ ലൈൻസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് നമ്മൾ നോക്കിയത്. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, എങ്ങനെയാണ് ഇവരുടെ പൊസിഷനിങ്ങും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ആൻഡ് പൊസിഷനിങ് ഇവരുടെ ഡെഫിനേഷൻ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് നോക്കിയാലോ. സോ ലാസ്റ്റ് ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോസിറ്റ് സൈഡ്സിലും ഓപ്പോസിറ്റ് പൊസിഷനും ഇരിക്കുന്ന ആംഗിൾ പെയേഴ്സ് ആയിരിക്കും. അവരെവിടെയൊക്കെയാണ് അവരുടെ പൊസിഷനിങ് എവിടെയാണ് ആൻഡ് അവർക്ക് എന്താണ് നമ്മൾ പേരൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പെയർസ് എടുക്കുമ്പോൾ മൊത്തം 4 പെയറാണല്ലോ. അതിൽ 2 പെയർ പുറത്തോട്ട്, അതായത് ലൈൻസിന് പുറത്തോട്ടും 2 പെയർ ഈ പാരലൽ ലൈൻസിന്റെ ഇൻ ബിറ്റ്വീനിലും ആയിരിക്കും. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പുറത്തോട്ടുള്ള 2 സെറ്റ് ഓഫ് പെയർസിനെ നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു പെയറാണ്. ഇതെന്ന് പറയുന്നത് പുറത്തോട്ടിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ്, റൈറ്റ് സൈഡിലാണ്, എബവ് പൊസിഷനിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞത്, ഓപ്പോസിറ്റ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് റൈറ്റ് ആണെങ്കിൽ ഒന്ന് ലെഫ്റ്റിലും ആയിരിക്കണം. ഓപ്പോസിറ്റ് പൊസിഷൻ ഓപ്പോസിറ്റ്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും ആയിരിക്കണം. പിന്നെന്താണ്, എബവ് ആണെങ്കിൽ ബിലോയും ആയിരിക്കണം. സോ ഇത് എന്ന് പറയുന്ന ഈ ആംഗിൾ എന്ന് പറയുന്ന പൊസിഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, എബവ് റൈറ്റ് ആണ് ഈ ആംഗിളിന്റെ പൊസിഷൻ. സോ എബവ് റൈറ്റ് ആണെങ്കിൽ ഇതിന്റെ പെയറിന്റെ പൊസിഷൻ എവിടെ വരണം, നമുക്ക് ബിലോ ലെഫ്റ്റ് വരണം. ബിലോ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ബിലോ ലെഫ്റ്റ് ആയിരിക്കണം, ഇത് ഈ ബിലോ ലെഫ്റ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ബിലോ ലെഫ്റ്റ്. സോ എബവ് റൈറ്റ്, ബിലോ ലെഫ്റ്റ്. ഫൈൻ. ഇനി ഫസ്റ്റ് പെയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ പെയർ അടുത്ത, ഇനി വെളിയിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു പെയർ കൂടെ ഇല്ലേ, അത് ഏതായിരിക്കും, റൈറ്റിലാണെങ്കിൽ രണ്ടാമത് നോക്കിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലല്ലേ, അതെന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന പെയർ ആയിരിക്കും. എവിടെ വരുന്ന പെയർ ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ വരുന്ന പേരായിരിക്കും. ഇവരുടെ പേരെന്താണ്, എബവ് ലെഫ്റ്റ്. എബവ് ലെഫ്റ്റ്, എബവ് ലെഫ്റ്റ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ പെയർ എവിടെ വരണം, ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് പൊസിഷൻ. അപ്പോൾ ബിലോ റൈറ്റ്. എബവ് ലെഫ്റ്റ് ആണെങ്കിൽ ബിലോ റൈറ്റ്. ബിലോ റൈറ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആയിരിക്കും, ബിലോ റൈറ്റ്. സോ നമ്മുടെ 2 പെയർ കിട്ടിയല്ലോ. ആരൊക്കെയാണ്, എബവ് റൈറ്റ് ആൻഡ് ബിലോ ലെഫ്റ്റ് എന്ന പെയറും എബവ് ലെഫ്റ്റ് ആൻഡ് ബിലോ റൈറ്റ് എന്ന പെയറും. ഇത് രണ്ടും എക്സ്റ്റീരിയർ, വെളിയിലോട്ടിരിക്കുന്ന 2 ആംഗിൾസ് ആണ്. ഇനി അകത്തിരിക്കുന്ന 2 ആംഗിൾസ് ഉണ്ട്. അകത്തോട്ടിരിക്കുന്നത് നമ്മൾ എന്താ പറയുക, ഇന്റീരിയർ എന്ന് പറയും. സോ അകത്തിരിക്കുന്ന 2 ആംഗിൾസ് നോക്കാം. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ആംഗിൾ. ഇത് അകത്ത് എന്ന് പറയും, ഇപ്പോൾ ബിലോ സൈഡ് അല്ലേ. സോ ഇത് ബിലോ റൈറ്റ് ആണ്. എവിടെയാണ്, ബിലോ റൈറ്റ്. അകത്തോട്ടിരിക്കുവാണ്, ബിലോ റൈറ്റ്. ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് പൊസിഷൻ. ബിലോ റൈറ്റ് ആണെങ്കിൽ എബവ് ലെഫ്റ്റ്. എവിടെ വരണം, എബവ് ലെഫ്റ്റ്. എബവ് ലെഫ്റ്റ് എവിടെയാണ്, ഇതല്ലേ എബവ് ലെഫ്റ്റ്. എബവ് ലെഫ്റ്റ് എവിടെയാണ്, എബവ് ലെഫ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇതാണ് മൂന്നാമത്തെ പെയർ. ഇനി ഇന്റീരിയറിൽ വരുന്ന ഒരു പെയർ കൂടെ ഇല്ലേ, ബിലോ റൈറ്റും എടുത്തു, എബവ് ലെഫ്റ്റും എടുത്തു. അപ്പൊ ഇനി എവിടെയാണ്, ബിലോ ലെഫ്റ്റ് അല്ല ഇനി. സോ ബിലോ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പൊസിഷൻ ആണ്. എന്ത്, ബിലോ ലെഫ്റ്റ്. അപ്പൊ ബിലോ ലെഫ്റ്റിന്റെ പെയർ എവിടെ വരണം, എബവ് റൈറ്റ് വരണ്ടേ, ഓപ്പോസിറ്റ് പൊസിഷൻ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്. സോ എവിടെ വരും, എബവ് റൈറ്റ് വരും. എവിടെ വരും, എബവ് റൈറ്റ് വരും. സോ അങ്ങനെ നമ്മുടെ 4 ആംഗിൾ പെയർസ് ആണ് കണ്ടത്. ആരൊക്കെ, എബവ് റൈറ്റ് ആൻഡ് ബിലോ ലെഫ്റ്റ്, എബവ് ലെഫ്റ്റ് ആൻഡ് ബിലോ റൈറ്റ്, ആൻഡ് ബിലോ റൈറ്റ് ആൻഡ് എബവ് ലെഫ്റ്റ്, പിന്നെ ബിലോ ലെഫ്റ്റ് ആൻഡ് എബവ് റൈറ്റ് എന്ന 4 പെയർസ്. ഇങ്ങനെ വരുന്ന പെയർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. എന്ത് വിളിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് വിളിക്കും. എന്തുകൊണ്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ അപ്പുറവും ഇപ്പുറവും, ഓപ്പോസിറ്റ് പൊസിഷൻ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നും വിളിക്കും. ഈ
പുറമേ ഇരിക്കുന്ന രണ്ട് പെയേഴ്സിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നും അകത്തിരിക്കുന്ന രണ്ട് പെയേഴ്സിനെ നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ. ഡെഫിനിഷൻ നോക്കി, ആംഗിൾസ് ഫോംഡ് ഓൺ ഡിഫറെൻറ്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് പൊസിഷൻ. അതായത് ഓപ്പോസിറ്റ് പൊസിഷൻ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ആണ്. എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് സൈഡിലും ഓപ്പോസിറ്റ് പൊസിഷനിലുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസിനാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ 4 പെയർ ഓഫ് ആംഗിൾസ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിലൊരു ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? 4 പെയർസിൽ 2 പെയർ ഓഫ് ആംഗിൾസ് പുറത്തോട്ടുള്ളതും 2 പെയർ ഓഫ് ആംഗിൾസ് അകത്തുമാണ് അല്ലേ? ഇതേ നോക്കിക്കേ, എബവ് റൈറ്റും ബിലോ ലെഫ്റ്റും പുറത്തോട്ടുള്ള ആംഗിൾസ് എന്ന് വെച്ചാൽ നമ്മുടെ പാരലൽ ലൈൻസിൻ്റെ പുറത്തുള്ള ആംഗിൾസ് ആണ്, പുറത്തിരിക്കുന്ന ആംഗിൾസ്. അതുപോലെ ബിലോ റൈറ്റും എബവ് ലെഫ്റ്റും എന്ന് പറയുന്നത് ഈ 2 പാരലൽ ലൈൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിൾസ് ആണ്. സോ ഒന്ന് പുറത്തുള്ള എക്സ്റ്റീരിയർ ആംഗിളും 2 പെയർ എന്താണ്? ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പുറത്തോട്ടിരിക്കുന്ന ആംഗിൾസിനെ എന്താണ്? ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നും അകത്തിരിക്കുന്ന പെയർസിനെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സബ് ഡിവിഷൻ ആയിട്ടും പറയാം. ഓക്കെ, ഇത് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് ഇതിനെ ഒരു എക്സാമ്പിൾ വഴി നമുക്കൊന്ന് തറോ ആക്കി വെക്കാം. ലൈക്ക് ഇപ്പോൾ പൊസിഷൻ വെച്ചിട്ടല്ലേ പറഞ്ഞോളൂ, ഇനി ആംഗിൾ മെഷർ കൊടുത്തിട്ട് നമുക്കിതൊന്ന് നോക്കാം. സോ ഇവിടെ എനിക്ക് 2 പാരലൽ ലൈൻസ് ഉണ്ട്. എ ബി എന്ന് പറയുന്ന പാരലൽ ലൈനും സി ഡി എന്ന് പറയുന്ന പാരലൽ ലൈനും. ഈ 2 പാരലൽ ലൈനെ ജി എച്ച് എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഈ എ ബി എന്ന് പറയുന്ന ലൈനെ ജി എച്ച് കട്ട് ചെയ്യുന്ന പൊസിഷൻ, അവർ ഇൻ്റർസെക്ട് ചെയ്യുന്ന പൊസിഷനെ ഒ എന്നും സി ഡി എന്ന് പറയുന്ന ലൈനിനെ കട്ട് ചെയ്യുന്ന പൊസിഷൻ ഞാൻ എഫ് എന്നും പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിതിൽ ഇവരുടെ ആംഗിൾസും ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കിനൊരു എക്സാമ്പിൾ ഞാൻ ഈ അസ്യൂം ചെയ്യുകയാണ്. ആംഗിൾ ബി ഒ ജി, അതായത് ഈ ആംഗിൾ ബി ഒ ജി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. 60 ഡിഗ്രി ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏത് ആംഗിൾസിനെയാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലേ. ആംഗിൾ ബി ഒ ജി ആരാണ്? ആംഗിൾ ബി ഒ ജി എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി എന്ന് അസ്യൂം ചെയ്താൽ ഈ ആംഗിൾ ബി ഒ ജിയുടെ ഓൾട്ടർനേറ്റ് ആംഗിൾ എവിടെ വരും? ദേ ഈ ഒരു പൊസിഷനാണ്. ഇത് എബവ് റൈറ്റ് ആണ്. എബവ് റൈറ്റിൻ്റെ പെയർ ആരാണ്? എബവ് റൈറ്റിൻ്റെ പെയർ ആരാണ്? ബിലോ ലെഫ്റ്റ് ആയിരിക്കും. ബിലോ ലെഫ്റ്റ് എവിടെയായിരിക്കും? ദേ ഇതായിരിക്കും ആരെന്ന് പറയുന്നത് 60 ഡിഗ്രി. ആംഗിൾ ബി ഒ ജിയുടെ ഓൾട്ടർനേറ്റ് പെയർ എന്ന് പറയുന്നത് ആംഗിൾ സി എഫ് എച്ച് ആയിരിക്കും. ആംഗിൾ സി എഫ് എച്ച് അത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി. ഓക്കെ, ഇനി നോക്കി, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. എങ്ങനെ? സം ഓഫ് ലീനിയർ ആംഗിൾസ്, 2 പെയർസിൻ്റെ സമ്മ് 180 ആയാൽ അവർ എന്തായിരിക്കും? ലീനിയർ ആംഗിൾസ് ആയിരിക്കും അല്ലേ? ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. സോ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 തന്നിരിക്കുന്ന ആംഗിൾ മൈനസ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇനി ആംഗിൾ എ ഒ ജി, ആംഗിൾ എ ഒ ജി 120 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ ജിയുടെ ഓൾട്ടർനേറ്റ് പെയർ എവിടെ ആയിരിക്കും? ആംഗിൾ എ ഒ ജി എന്ന് പറയുന്നത് എബവ് ലെഫ്റ്റിലാണ്. സോ ആംഗിൾ എ ഒ ജിയുടെ പെയർ എവിടെ വരണം? ബിലോ റൈറ്റിൽ വരണം. ബിലോ റൈറ്റ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ വരണം അല്ലേ? പൊസിഷൻ എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അത് ഏത് ആംഗിളാണ് 120 ഡിഗ്രി? ആംഗിൾ ഡി എഫ് എച്ച്. ആംഗിൾ ഡി എഫ് എച്ച് എത്ര ഡിഗ്രി? 120 ഡിഗ്രി. അപ്പോൾ ഓൾട്ടർനേറ്റിൽ നമ്മൾ 2 പെയർ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ പെയർ. ഈ 2 പെയറും ആരാണ്? പുറത്തുള്ള 2 പേരാണ് അല്ലേ? ലൈനിന് പുറത്തോട്ട് നോക്കിയിരിക്കുന്ന 2 പേരാണ്. അപ്പോൾ ഇവർ 2 പേരും ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്ര തന്നെ ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം.
അപ്പോൾ അടുത്ത ആംഗിൾ എ ഒ എച്ച് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ആംഗിൾ എ ഒ എച്ച് 60 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് പെയർ എവിടെ വരണം? ദേ ഇത് ബിലോ ലെഫ്റ്റ് ആണ്. ബിലോ ലെഫ്റ്റ് ആണെങ്കിൽ എബവ് റൈറ്റ് വരണം. അത് എവിടെ ആയിരിക്കും? ദേ ഇവിടെ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് പൊസിഷൻ, ഓപ്പോസിറ്റ് സൈഡ്. ഇതായിരിക്കും അടുത്ത 60 ഡിഗ്രി എന്ന് പറയുന്നത്. അത് ഏത് ആംഗിളാണ്? ആംഗിൾ ഡി എഫ് ജി. ആംഗിൾ ഡി എഫ് ജി. ആംഗിൾ എ ഒ എച്ചിൻ്റെ ആൾട്ടർനേറ്റ് പെയർ എന്ന് പറയുന്നത് ആംഗിൾ ഡി എഫ് ജി. ആംഗിൾ ഡി എഫ് ജി എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ് അല്ലേ? ഇനി ലാസ്റ്റ് പെയർ നോക്കാം. ഇനി ആരാ ബാക്കിയുള്ളത്? ഇത് 120 ആണെങ്കിൽ ഇതും എത്ര തന്നെ ആയിരിക്കും? ഈ ആംഗിളും 120. ഇനി ഈ ആംഗിളിന്റെ പെയർ എവിടെ ആയിരിക്കും? ഇത് ബിലോ റൈറ്റ് ആണ്. ബിലോ റൈറ്റ് ആണെങ്കിൽ എബവ് ലെഫ്റ്റ് വരണം. അത് എവിടെയാണ്? ഈ സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ? ഇതും 120 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ആംഗിൾ ഒന്ന് എഴുതിയാലോ? ആംഗിൾ ബി ഒ എച്ച് ആണ് 120 ഡിഗ്രി. ബി ഒ എച്ചിൻ്റെ ഓൾട്ടർനേറ്റ് പെയർ ആരായിരിക്കും? ആംഗിൾ ബി ഒ എച്ചിൻ്റെ ഓൾട്ടർനേറ്റ് പെയർ ആംഗിൾ സി എഫ് ജി ആയിരിക്കും. ആംഗിൾ സി എഫ് ജി എത്രയാണ്? 120 ഡിഗ്രി. ആംഗിൾ സി എഫ് ജി 120 ഡിഗ്രി. സോറി, ആംഗിൾ ഡി എഫ് ജി 120 അല്ല 60 ആണ് ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത്. 60 ഡിഗ്രി. സോ നമ്മുടെ ഓൾട്ടർനേറ്റിലെ 4 പെയർ ഓഫ് ആംഗിൾസ് കിട്ടി. ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ ഡെഫിനേഷൻ എന്താണ്? ആംഗിൾസ് ഫോംഡ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് പൊസിഷൻ ആണ് മലയാളത്തിൽ ഇവരെ മടക്കോണുകൾ എന്ന് പറയും. ഓക്കെ ആണല്ലോ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ആൻഡ് അവരെ നമ്മൾ എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന പേര് കൊടുത്ത് അവരുടെ പൊസിഷൻ എല്ലാം നമ്മൾ കണ്ടു. ഓക്കെ ആണല്ലോ? സോ ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ അടുത്ത കാറ്റഗറി ഓഫ് ആംഗിൾസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ.